പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, തലകറക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ഭക്ഷണവും തലകറക്കവും, എസ്പെഷ്യലി നമ്മൾ ഇയർ ബാലൻസിനെ കുറിച്ചാണ് നമ്മളൊരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയ ഡയറ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇയർ ബാലൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചെവിക്കകത്തെ ഒരു ബാലൻസിൻ്റെ ഒരു ഓർഗൻ ഉണ്ട്. അപ്പോൾ ആ ഓർഗനിൽ വരുന്ന മെയിനായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പം ഡയറക്റ്റായിട്ട് ഡയറ്റുമായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം അത് ഭക്ഷണത്തിലൂടെ ആഗിരണം ചെയ്ത് അവിടെ വ്യത്യാസം വരുത്തുന്ന കാര്യങ്ങളല്ല. ഓക്കെ, അങ്ങനെ സ്റ്റൊമക്കും ഇയറുമായിട്ട് ഡയറക്റ്റായിട്ട് കണക്ഷൻ ഇല്ലല്ലോ. അത് ഇൻഡയറക്റ്റായിട്ട് നമുക്ക് ബാലൻസിനെ ബാധിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പം നമുക്ക് രാത്രി സമയത്ത് കൂടുതലായിട്ട് കോഫി അല്ലെങ്കിൽ ചായ ആണെങ്കിൽ തന്നെ കൂടുതലായിട്ട് അമിതമായിട്ട് കുടിച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അതിൻ്റെ ഒരു ട്രിഗറിങ് പോയിൻ്റാണ്. ഓക്കെ, അപ്പം ഡയറക്റ്റായിട്ട് കണക്ഷൻ ഇല്ലെങ്കിലും ഇത് ഉള്ള പ്രശ്നം നമുക്ക് റീഇനിഷ്യേറ്റ് ചെയ്യാനോ ഉള്ള പ്രശ്നത്തിന് കൂട്ടാനോ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഫ്രീക്വൻസിയിലോ വ്യത്യാസം വരുത്താനോ ഒക്കെ ഇതിന് ഭക്ഷണത്തിന് കഴിയും. അത് ഒരു പരിധി കൂടുതൽ ഓരോരുത്തർക്കും ഓരോ ത്രെഷോൾഡ് ഉണ്ടെന്നറിയാമല്ലോ. അതിനെ കാട്ടി മേലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് പ്രശ്നമായിട്ട് വരും, എസ്പെഷ്യലി ബാലൻസിൻ്റെ കാര്യത്തിൽ. പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലാത്തൊരു കാര്യമാണ് ആൽക്കഹോൾ. ഓക്കെ, ആൽക്കഹോൾ കുടിച്ചാൽ നമുക്കറിയാം ആളിനെ പാമ്പെന്നാണ് വിളിക്കുന്നത്, ഡയറക്റ്റായിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ഏത് സ്റ്റിമുലൻസിനും നമുക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വളരെയധികം വേഴ്സ് ആക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം, ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നൈറ്റ് ടൈമിൽ കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ ചിലപ്പം ചില ആൾക്കാർക്ക് വെർട്ടിഗോയുടെ പ്രശ്നം, തലകറക്കത്തിൻ്റെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ചില സ്മെല്ലുകൾ, ഓക്കെ, ഭക്ഷണത്തിൻ്റെ ആണെങ്കിലും ചില സ്മെല്ലുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇതിനെ ട്രിഗർ ചെയ്യും. ഓക്കെ, തലകറക്കത്തിനെ ട്രിഗർ ചെയ്യും. അതുപോലെ തന്നെ ആൻസൈറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ട്രിഗർ ആവും. അതിൻ്റെ കൂട്ടത്തിൽ മൈഗ്രെയിൻ്റെയൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഇപ്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ ചിലർക്ക് മൈഗ്രെയിൻ വരും. ഓക്കെ, അതവർക്ക് ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. ഓക്കെ, ഇപ്പം ചില പഞ്ചൻ്റായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മൈഗ്രെയിൻ ട്രിഗറാകും. ആ മൈഗ്രെയിൻ വന്നതിന് ശേഷം അവർക്ക് വെർട്ടിഗോ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കണക്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻസൈറ്റി ടെൻഷൻ കൊണ്ട് നമുക്ക് ഇയർ ബാലൻസിൻ്റെ ഇഷ്യൂസ് വരാം. ഓക്കെ, ആൻസൈറ്റി ഇഷ്യൂസ് ഭക്ഷണമായിട്ടും കൂടെ കണക്റ്റഡ് ആണ്. ചില ആൾക്കാർക്ക് ചില ഭക്ഷണം കഴിക്കുമ്പോൾ അവർ കൂടുതലായിട്ട് സ്റ്റിമുലേറ്റഡ് ആവും. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഇൻഡയറക്റ്റായിട്ട് ഇയർ ബാലൻസിനെ എഫക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ അലർജിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. ആർക്കാണ്, എന്താണ്, എപ്പോഴാണ് അലർജി എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകത്തില്ല. അത് അനുഭവിക്കുന്ന ആൾക്കാണെങ്കിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ഓവർ പീരീഡ് ഓഫ് ടൈം ഓരോന്നിനെ കട്ട് ചെയ്ത് പോയി ലാസ്റ്റ് ഫൈനൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ എന്തിനോടാണ് അലർജി. ഓക്കെ, അപ്പോൾ ആ പറഞ്ഞ പോലെയാണ് ഇയർ ബാലൻസിൻ്റെ കാര്യം ഡയറ്റ് വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, ചില ഭക്ഷണങ്ങൾ ഒരു പക്ഷേ അത് ഇയർ ബാലൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം. വേറെ മറ്റ് ചിലത് അത് ഡയറക്റ്റായിട്ട് അത്രയും അങ്ങോട്ട് എഫക്റ്റ് ചെയ്യുന്നില്ലായിരിക്കാം. അത് ഇൻഡിവിജ്വലി വ്യത്യസ്തമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഡ്രിങ്ക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ കാർബണേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണം, ഈ ഡ്രിങ്ക്സ്, അതായത് പെപ്സി, കൊക്കക്കോള പോലത്തെ, ബ്രാൻഡിനെ പറഞ്ഞല്ല, പക്ഷേ അതുപോലത്തെ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ബിവറേജുകൾ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ ഗ്യാസ് ട്രബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കൂടുതലായിട്ട് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇയർ ബാലൻസിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ഇയർ ബാലൻസ് മാത്രമല്ല, ഇത് തലവേദന കാര്യങ്ങൾ കോസ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ കാരണമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാലും ഇയർ ബാലൻസിലെ ഇഷ്യൂസ് വരാവുന്നതാണ്. പിന്നെ ഈ ഡയറ്റുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൊബാക്കോ, സ്മോക്കിംഗ്, അതുപോലെ ആൽക്കഹോളിസം ഒക്കെ അതിൻ്റെ കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് എടുത്ത് പറയേണ്ടതായിട്ടില്ല. തീർച്ചയായും നിങ്ങളുടെ അനുഭവങ്ങൾ, കാര്യങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യാം. വെർട്ടിഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവിതശൈലിയെ കംപ്ലീറ്റായിട്ട് തകർക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ളൊരു ഡിസീസാണ്. അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് നാച്ചുറലായിട്ടുള്ള ഹോമിയോപ്പത്തിക് മെത്തേഡ്സ് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും അടുത്തുള്ള ഹോമിയോ ഡോക്ടറെ കണ്ടിട്ട് ആവശ്യമാണെങ്കിൽ മെഡിസിൻ എടുക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യമുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങൾ, അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് എന്നാലാവുന്നതും ഞാൻ റിപ്ലൈ ചെയ്തതാണ്. സോ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഏവർക്കും നല്ലൊരു ശുഭം നേരുന്നു. നമസ്കാരം. താങ്ക് യു.